മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. ഒരു വട്ടം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാലും സർവൈവ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ അതേ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൽ 100 ഡേയ്സ് സർവൈവ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാണ്. നടക്കുമെന്ന് അറിയത്തില്ല. സോ ആ 100 ഡേയ്സ് ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഡേയ്സ് കാണിക്കുന്നത് 0 എന്നാണ്. ബട്ട് അതിന് മുന്നേ ഞാൻ ഇച്ചിരി ഡേയ്സ് കളിച്ചായിരുന്നു. അതിൻ്റെ ഡേറ്റ പോയതാണ്. സോ അത്രയും ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡേ ഞാൻ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു അയണാർമറൊക്കെ സെറ്റ് ചെയ്ത്, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു തട്ടുകുട്ടി വീടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വില്ലേജർ ബ്രീഡർ പണിഞ്ഞ്. നമുക്ക് അതിന് തന്നെ ഈ മരം മുറിക്കാം. അയ്യോ, ഹോ എടുത്തില്ല. ഓ, ഡോണ്ട് ട്രൈ ദ സിറ്റ് ഹോം. രാത്രിയായി. ഓക്കെ, ഇപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഹോ ഉണ്ടാക്കി. ഇനി ഇത് മുറിക്കാം. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ ബേസ് ഇരിക്കുന്ന ഏരിയ ഇച്ചിരി ഒന്ന് വൃത്തിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്തിട്ട് ആ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് അവിടെ കുറച്ച് പാത്തും സ്ലാബും പ്ലാങ്ക്സും ലോഗ്സും പിന്നെ കുറച്ച് ലീവ്സ് ഫെൻസ് ലാൻഡേൺസ് ഒക്കെ വെച്ചിട്ടൊരു കുഞ്ഞൊരു പാത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഡേ 3 ആയി. വില്ലേജർ ബ്രീഡറിലൊന്നും ഒന്നുമില്ല. നമുക്കിനി ഒരു നെതർ പോർട്ടൽ പണിയണം. ഇപ്പം നമ്മുടെ കയ്യിൽ 4 ഒബ്സിഡിയൻ ഉണ്ട്. മിനിമം ഒരു 10 വേണം ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ടൊരു ലാവാ പൂള് തപ്പണം. അതിന് പിന്നെ നമ്മുടെ കയ്യിൽ 3 ഡയമണ്ട് ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തപ്പാം. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. നമ്മുടെ ഈ വില്ലേജ് അടുത്തായിട്ട് തന്നെ ഒരു വില്ലേജ് ഉണ്ട്. ദാറ്റ്സ് നൈസ്. നമുക്ക് ഈ വില്ലേജ് ഫുള്ള് ലൂട്ടിയ ഹേബേൽസും ഫുള്ള് സാധനം അരിച്ച് ഉറക്കി എടുക്കാം. എമറൽഡ് വല്ലതും കിട്ടുമെന്നാകാം. ഇവൻ കോൾ എടുത്ത എമറൽഡ് വരില്ലേ? നമുക്ക് പിന്നീട് ട്രേഡ് ചെയ്യാം. ദെൻ ഈ വില്ലേജിൽ ഹേബേൽസും വാട്ടർമെലണും അല്ലാതൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് എമറൽഡ്സും കിട്ടി ആൻഡ് വേറെ ഒന്നും കാണുന്നില്ല. ഐ തിങ്ക് നമുക്ക് പോകണമെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ ഒരു റെവിൻ കിട്ടി. ബട്ട് അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല. അവിടെ ലാവയുണ്ട്. നമുക്ക് സംഭവം സെറ്റാവും. ബട്ട് നമ്മുടെ മരണത്തിലോട്ടുള്ള ഒരു പോക്കായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അത് ഹാർഡ് കോറാണ്. അവിടെ മൊത്തം മോബ്സാണ്. സൗണ്ടും കേൾക്കാം. ഐ തിങ്ക് നമുക്ക് അങ്ങോട്ട് പോയിരിക്കുന്നതാണ് നല്ല. ഏഷ്യ പേമല്ലേ, എന്തുമായാലും ഒരു ലാവ പൂള് കിട്ടായിരിക്കത്തില്ല. നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ വില്ലേജിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പകലാക്കിയിട്ട് നമുക്ക് തപ്പുന്നതായിരിക്കും നല്ല. ഇല്ലെങ്കിൽ നമ്മുടെ മോബ്സ് എല്ലാം അടിച്ച് നമ്മളെ കൊല്ലും. നമുക്ക് ജസ്റ്റ് ഈ വില്ലേജിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആയിട്ട് പോകും. ഗൈസ്, ഇവിടെ ആകെപ്പാട് പെട്ട അവസ്ഥയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അടുത്തിവിടെ ഒരു സ്പൈഡർ ഉണ്ട്. അവനെ കൊന്നാൽ പറ്റുമോയെന്ന് അറിയത്തില്ല. ജസ്റ്റ് നോക്കി നോക്കാം. പടാ, ഓക്കെ, അവനെ കൊന്ന്. എന്നിട്ടും പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്ത് പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ഉറങ്ങാം. ഓക്കെ. ഇവിടെ ഒന്നും ഇല്ല ഭാഗ്യം. ജസ്റ്റ് നമുക്ക് അപ്പുറത്തെ ബേസിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ വേറെ ബെഡുണ്ട്. ഓക്കെ, രാവിലെ നമുക്കിനി നമ്മുടെ ലാവ പൂള് തപ്പി പോവാം. നേരെ റൂയിൻഡ് പോർട്ടില്. ദാറ്റ്സ് ബെറ്റർ ദാൻ ലാവ പൂൾ. കാരണം നമുക്ക് അവിടുന്ന് തന്നെ ഒബ്സിഡിയൻ പൊട്ടിച്ചെടുക്കാം. ദാറ്റ് നൈസ്. ഇവിടെ ഗോൾഡും ഉണ്ട്. 2 ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. ആൻഡ് ഒരെണ്ണം നമുക്ക് ക്രൈങ് ഒബ്സിഡിയൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഒബ്സിഡിയൻ ഫുള്ള് സെറ്റ് ചെയ്യാം. നമുക്കിനി ജസ്റ്റ് പോയിട്ട് ആ നെതർ പോർട്ടൽ അങ്ങ് പണിയാം. അങ്ങനെ വീട്ടിലെത്തി. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഈ നെതർ പോർട്ടൽ പണിയാം. ആൻഡ് നമ്മൾ ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കയറിയിട്ട് വരാം. ഓക്കെ, അഡ്വാൻസ്മെൻറ്റ് കിട്ടി. ഈ ഭയമായിരുന്നു ചേടാ. എനിക്കിഷ്ടമല്ല ഈ സ്ഥലം. അയ്യോ, ഗ്യാസ്റ്റ്. എൻ്റെ പൊന്നെ, അവനെ കാണുന്നില്ല. അവനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അയ്യോ, നമുക്ക് സ്പാം ചെയ്താൽ പറ്റില്ല. ഓക്കെ 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 അയ്യോ പോണോ? തിരിച്ച് പോകണ്ട. നമുക്ക് അവനെ ഒന്ന് കൊന്നിട്ട് പോകുന്നല്ല. വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അവൻ പോയാ അവൻ ഒരെണ്ണം വിട്ട് തന്നെ സുഖമായിട്ട് കൊല്ലാൻ പറ്റും. ആ സാധനം അടിച്ച് ചേർപ്പിച്ച് ആകുമ്പോൾ പാട്ട് അഡ്വാൻസ്മെൻറ്റും കിട്ടും. വിട്. ഇത് 5 കേട്ടേ ഉള്ളു. പോയി. നമുക്ക് വീട്ടിൽ പോവാം. ഓ മൈ ഗോഡ്. ഓക്കെ, വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്? അത് പൊട്ടി. ബട്ട് ഇവിടുന്ന് ലിറ്റ് ആയതുകൊണ്ട് അത് പോയി. എന്തുവാണെന്നറിയത്തില്ല പൊന്നെ. ജസ്റ്റ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹോളും ചാറ്റിംഗ് ടേബിളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടവർ പണിയണം. സോ ഞാനത് പണിയാൻ പോവാണ്. നിങ്ങളൊരു 3rd person ടൈം വെബ്സൈറ്റ് കണ്ടോ?
ഗൈസ് അപ്പോൾ നമ്മൾ ടവറൊക്കെ പണിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ ഒരു മൈനിങ് ഏരിയ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ട്രേഡിംഗ് ഹോളിൻ്റെ ആ ഒരു സംഭവം ടണലും എല്ലാം കുഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം വില്ലേജസിന് ഇപ്പോൾ തൽക്കാലം ഇരിക്കാനുള്ള ഉണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഒരു 4 ഫ്ലെച്ചറും ഒരു ആർമർ സ്മിത്തിനെ സെറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ നിങ്ങൾക്ക് കാണാം ഒരു റെയിൽ പോയിട്ടുണ്ട്, അത് നമ്മുടെ ബ്രീഡറിലോട്ടാണ്. നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് ഹോളിൻ്റെ പുറകെ കൂടെ എടുത്തേക്കാണ്. ജസ്റ്റ് അതിപ്പോൾ ടെമ്പററി ആണ്, നമ്മളെടുത്ത് കളയും, പിന്നെ വല്ല മാർഗം നോക്കണം. ആൻഡ് ഈ നെതർ പോർട്ടിൽ നമ്മളങ്ങ് അടച്ച്, കാരണം ഒരു പിഗ്ലിൻ അല്ല സോംബിഫൈഡ് പിഗ്ലിൻ വന്നായിരുന്നു, 2-3 വന്നായിരുന്നു. അപ്പം ജസ്റ്റ് ഞാനത് തൽക്കാലം നമ്മൾ പോകാൻ നേരം തുറന്നിടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ ഡേ 26 ആയി. പെട്ടെന്ന് അങ്ങ് പോയി കുറേ ഡേയ്സ്. നമുക്ക് ഇനി കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് പോയിട്ട് നമ്മുടെ വില്ലേജസിന് എടുക്കണം. ഫുള്ള് വില്ലേജസ് ആണ്. ആൻഡ് കേസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലെച്ചറിനുള്ള സാധനം നമുക്ക് റെയിൽ കയറ്റി കൊണ്ടുവരാം. ഓക്കെ, അവൻ പോകുന്നുണ്ട്. ഇനി അങ്ങ് സ്പീഡായിക്കോളും. ഓക്കെ, അവൻ കയറി. ഇനി നമുക്ക് അവൻ്റെ ട്രേഡ് അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ സ്റ്റിക്കാണ്. നമുക്ക് സ്റ്റിക്കിൻ്റെ ട്രേഡാണ് വേണ്ട. നമുക്ക് പെട്ടെന്ന് എമറൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അവൻ്റെ ട്രേഡ് ലോക്ക് ആയിട്ടുണ്ട്. ഇനി അവൻ ഒരിക്കലും ആരോ ആക്കത്തില്ല. ദെൻ നമുക്ക് പോയിട്ട് ബാക്കിയുള്ള ഫ്ലച്ചേഴ്സിനെ സെറ്റ് ചെയ്യണം. ഇനി 3 പേരെ സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഒരു ആർമർ സ്മിത്തിനെയും കൂടെ സെറ്റ് ചെയ്യണം. വില്ലേജസ് മൊത്തം കഴിഞ്ഞോ? ഇനി ഇവന്മാർ വളർന്നു വരണം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യും, അവർ വളരുന്ന ടൈം കൊണ്ട് ഈ മരം അങ്ങ് മുറിക്കുക, എന്നിട്ട് അവന്മാർക്ക് കൊണ്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സാപ്ലിങ്സ് ഇട്ടിനി നമുക്ക് രാവിലെ ആയിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, അങ്ങനെ സ്ഥലമെത്തി നമുക്ക് ജസ്റ്റ് ഇത് ഫുള്ള് സ്റ്റിക്കാക്കിയിട്ട് അവന്മാർക്ക് ഫുള്ള് ട്രേഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറേ എമറൽഡ് കിട്ടി. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിൽ കുറച്ച് എമറൽഡ് ഇരിപ്പുണ്ട്, നമ്മുടെ 26 എമറൽഡ് ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എത്ര എണ്ണം നോക്കാം. ആൻഡ് 52 എമറൽഡാണ് നമ്മുടെ കയ്യിൽ മൊത്തം ഇപ്പോൾ ഉള്ളത്. നമുക്ക് അത് വെച്ച് എന്തായാലും ആർമർ സ്മിത്തിൻ്റെ ട്രേഡ് ഇച്ചിരിയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇവന്മാരെല്ലാം വളർന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഇവന്മാർക്ക് ആർമർ സ്മിത്തിനുള്ള ട്രേഡ് സെറ്റ് ചെയ്യാം. ജസ്റ്റ് പോടാം. ഓക്കെ, അവനവിടെ എത്തി. വാട്ട് ഗൈസ്, നമ്മുടെ മറ്റേ ഇല്ല ബ്ലാസ്റ്റ് ഫർണസ് ഇല്ല, മറ്റേ വില്ലേജ് ഇരിക്കുകയാണ്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഓക്കെ അവൻ ജോബ് എടുത്തു. ജസ്റ്റ് ഇവന് നമുക്ക് ഇവൻ കോളാ, വേറെ ട്രേഡൊന്നും ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ എമറൽസ് എല്ലാം തീർക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് നമ്മുടെ കയ്യിൽ വല്ല കോളുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. നോ ഗൈസ്, കോളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എമറൽഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എമറൽഡ് കൊടുത്തു നോക്കാം. നമ്മുടെ എമറൽഡ് ഫുള്ള് തീർന്നു. ഷിറ്റ്, ഇനി വീണ്ടും പോയി എമറൽഡ് ഒപ്പിക്കേണ്ടി വരും. ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. 2-3 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാം. നമ്മുടെ ട്രേഡ് ലോക്ക് ചെയ്ത ഐറ്റംസും ലെവലപ്പ് ആക്കാനുള്ള ഐറ്റംസ് എല്ലാം ആ ചെസ്റ്റിൽ വെക്കാം. ഇനി ഗൈസ്, നമ്മുടെ കയ്യിലുള്ള ഈ വുഡും എല്ലാം നമുക്ക് മരമായിട്ട് ട്രേഡ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രാ കുറച്ച് വുഡും മുറിച്ചിട്ട് എമറൽഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ആൻഡ് ഗൈസ്, നമ്മൾ കുറച്ചൊക്കെ ട്രേഡ് ചെയ്ത് നമ്മുടെ ആർമർ സ്മിത്തിൻ്റെ ഏകദേശം ലെഗിൻസിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ കുറേ വുഡ് വെട്ടി വെച്ചിട്ടുണ്ട്. ഈ വുഡ് വെച്ചിട്ട് നമുക്ക് അവിടെ ട്രേഡ് ചെയ്തിട്ട് വേണം ആ എമറൽഡ് കണ്ട് ബാക്കി മേടിക്കാൻ. കാരണം എമറൽഡ് ഫുള്ള് തീർന്നു പോയി, ഇനി നമുക്ക് മേടിക്കണം. ഓക്കെ, ട്രേഡ് ഫുള്ള് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ എമറൽഡ്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ മേടിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലെഗിൻസ് മേടിക്കാം. നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടി, കവർ വിത്ത് ഡയമണ്ട്സ്. നൈസ്. ഓക്കെ, ദെൻ നമ്മുടെ ബൂട്ട്. നമ്മളപ്പം ഫൈനലി ഇല്ല, ഹാഫ് ഡയമണ്ട്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് മറ്റേ ബാക്കി ഐറ്റംസും കൂടെ മേടിക്കാം. അങ്ങനെ ഹെൽമെറ്റ് എടുത്തിടാം. നൈസ്. നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് അതല്ലേലും അങ്ങനെയുള്ള, ഇനി അത് മേടിക്കണമെങ്കിൽ നമ്മുടെ എമറൽഡ്സ് തീർന്നു പോയി. നമുക്ക് ജസ്റ്റ് ട്രേഡ് ചെയ്ത് നോക്കാം. എന്നാലും പറ്റത്തില്ല. ഞാൻ പോയി കുറച്ച് മരം മുറിച്ചിട്ട് അതൊന്ന് എമറൽഡ്സ് ആക്കിയിട്ട് വരാം. അങ്ങനെ കുറേ നേരം മൈൻഡ് ചെയ്ത് ഏകദേശം ഇത്രയും വുഡായിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോയി അങ്ങ് ട്രേഡ് ചെയ്യാം. ഓക്കെ, എമറൽഡ് സെറ്റായി. ഓക്കെ, ഫുൾ ചെസ്റ്റ് പ്ലേറ്റും സെറ്റായി. ജസ്റ്റ് ഇനി അതെടുത്ത് അങ്ങ് ഇട്ടാൽ മതി. ഗൈസ്, ഫൈനലി നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇത്രയൊക്കെ ഓപ്പി ആയ സ്ഥിതിക്ക് നമുക്ക് പോകാൻ പഠിച്ചിരുന്ന കേവ്സിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് അയണും ഒക്കെ ഒന്ന് മാന്തി എടുത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറച്ച് മോബ്സിനെ കൊല്ലണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ വലിയ റിവ്യൂണ്, അവിടെ മൊത്തം മോബ്സാണ്. ബട്ട് അവിടെ പോയിട്ടുള്ള കൊല്ലാനുള്ള പ്രോയ്സും സ്കിൽസും ഓപ്പിയൊന്നും നമ്മളായിട്ടില്ല. സോ ഇവിടെയുള്ള അടുത്തുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയി മാന്തിയിട്ട് വീട്ടിൽ പോകാം. ഗൈസ്, ഇപ്പോൾ അയൺ മാത്രമല്ല ഒരു 7 ഡയമണ്ടും കിട്ടി. സോ ഇത് വെച്ച് നമുക്കൊരു ടൂൾസ് കുറച്ച് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഡയമണ്ട് ടൂൾസ്, നമുക്കൊരു ഡയമണ്ട് സോഡ്, ദെൻ ഒരു ഡയമണ്ട് ആക്സ്, ദെൻ ഒരു ഷവൽ. പിക്കാക്സ് നമ്മുടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ കുറച്ച് ഗോൾഡിങ് എടുത്തിട്ട് ഒരു ലെഗിൻസ് അങ്ങ് സെറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് നെതർ കയറി ഇറങ്ങിയിട്ട് വരാം. എൻ്റെ ഷീൽഡ് കളഞ്ഞുപോയി. ജസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടു. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട്
കയറാം. ഓക്കെ, ഇല്ല ഗ്യാസ് ടമ്മിച്ച് ഇവിടെ തന്നെ ഉണ്ടോ? അതവിടെ തന്നെ ഉണ്ട്. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ട് അവിടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പൊന്നെണ്ണ പണി പാളി. നമ്മളിതിൻ്റെ അവിടെ പെട്ടു. ഇല്ല ഹാർഡ് കോറാണ്ട് ചാവാനും പറ്റത്തില്ല. ഓക്കെ, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് ഇനി നമുക്ക് പോവാം. ഗ്യാസ്റ്റിനെ കാണുന്നില്ല ഇവിടെ. അവനവിടെ ഉണ്ട്, ഞാൻ വിചാരിച്ചു പോയെന്ന്. ഓക്കെ, ദെൻ ഒരു ഫോർട്രസ്. എൻ്റെ പൊന്നെ, കഴിഞ്ഞ വട്ടം വന്നത് ഞാൻ കണ്ടില്ല. കഴിഞ്ഞ വട്ടം വന്നിട്ട് ഇത്ര അടുത്തായിട്ട് ഞാൻ കണ്ടില്ല. സോ ലക്ക് ഉപകാരമാണ്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡും കൂടെ എടുക്കാം. ഒന്നും കൂടെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഗോൾഡും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി അങ്ങ് കയറാം. ഓക്കെ, ഇവിടെ ഒരു സ്കെലട്ടൻ. ഓക്കെ, അവനെ കൊന്ന് ജസ്റ്റ് നമുക്ക് പോയിട്ട് ബ്രിഡ്ജ് ചെയ്ത് നമുക്കൊന്ന് സ്പീഡ് ബ്രിഡ്ജ് ചെയ്താലോ? അഹങ്കാരമാണ്. കുഴപ്പമില്ല. ബ്ലോക്ക് കയറുന്നു. ജസ്റ്റ് ആ സോൾ സാൻഡ് എല്ലാം ഒന്ന് കോരിയിട്ട് നമുക്ക് പോയി ബ്രിഡ്ജ് ചെയ്യാം. ഒരു സ്കെൽട്ടൻ്റെ സൗണ്ട് കേട്ടല്ലോ. അതാണ്ടേക്കുന്നു. അയ്യോ, ഗ്യാസിൻ്റെ സൗണ്ട്. ഷടാ, ആണ്ട കൊന്ന്. ഓക്കെ, അവനെയൊക്കെ കൊന്ന്. ഷടാ, ഇപ്പോൾ ചത്തേനെ. ഇവിടെ കുറച്ച് ബോൺ മീലുണ്ട്, അതൊക്കെ നമുക്ക് ഇനി എടുക്കാം. അയ്യോ, കത്തലടാ മോനെ രാവിലെ. എൻ്റെ തീയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് അവന്മാരോട്ടൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. എല്ലാം കിട്ടുമോ അറിയത്തില്ല, എന്നാലും നോക്കാം. കേസ് എമറൾഡ് അല്ല, കുറച്ച് എൻട്രപ്പുകളും ഒബ്സീഡിയനും പിന്നെ കുറച്ച് ആരൊക്കെ കിട്ടി. വേറെ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് നമുക്ക് ഇനി അങ്ങ് വേൾഡിലോട്ട് പോകാം, ഓർവേൾഡിൽ പോകാം. ഒക്കെ രാവിലെ ആയി. നമ്മുടെ ഈ ഒരു ബേസിൻ്റെ ഈ ഒരു ഐലൻഡിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഫുള്ള് വുഡാണ്, ഫുൾ ട്രീസാണ്. നമുക്ക് ഈ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടൊന്ന് പ്ലെയിൻ ആക്കി എടുക്കണം. സോ ഞാനിതൊന്ന് മുറിക്കട്ടെ. ഓക്കെ, കുറേ വുഡ് കിട്ടി. ഇതെല്ലാം മുറിച്ചപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി അങ്ങ് പോയിട്ട് സ്റ്റിക്ക് ആക്കിയിട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാം വില്ലേജസിന്. പൊന്നെ 53 എമറൾഡ്. എന്താ ചെയ്യാൻ ഈ സാധനം വെച്ചിട്ട്? നമുക്ക് ഐ തിങ്ക് നമുക്കിത് വെച്ചൊരു കമ്പോസ്റ്റർ സെറ്റ് ചെയ്തൊരു ഗോൾഡൻ ക്യാരറ്റിൻ്റെ പരിപാടി സെറ്റ് ചെയ്യണം. അതാകുമ്പോൾ ഫുഡിനും വലിയ ക്ഷാമമൊന്നും വരത്തില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ട്രേഡ് ലൈബ്രറീൻസിന് എൻചാൻമെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സിൽട്ടച്ച്, ഫ്ലെയിം, പിന്നെ തൽക്കാലത്തേക്ക് ഫോർച്യൂൺ 3 ഇല്ല, തൽക്കാലത്തേക്ക് അൺബ്രേക്കിംഗ് 2 ഉണ്ട്. പിന്നെ എല്ലാം നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർച്യൂൺ 3 ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആൻഡ് അൺബ്രേക്കിംഗ് 2 തൽക്കാലത്തേക്കാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ആൻവിലൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് ഫുള്ളി ടൂൾസിലോട്ട് ഇടാനാണ്, സിൽട്ടച്ചും ഫോർച്യൂണും ഒക്കെ. യെസ്, നമുക്ക് പോയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ സാധനം എല്ലാം സെറ്റ് ചെയ്ത് എൻചാൻമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു എൻചാൻറ്റിങ് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ടവറിൻ്റെ മേളത്തെ ആ ഒരു നിലയിൽ കൊണ്ട് വെക്കേണ്ടി വരും. നമുക്ക് കുറച്ച് ലാഡർ സെറ്റ് ചെയ്ത് നമുക്ക് മേളോട്ട് കയറാം. ആൻഡ് ഈ ഒരു നില നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നമ്മുടെ വുഡ് വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു ഇത് നമുക്ക് ഫ്ലാറ്റാക്കി എടുക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ പറ്റത്തില്ല, ഈ ഒരു നിലയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മേളിൽ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. അവിടെ മേളിലത്തെ ഏറ്റവും ടെറസ് പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് വലുതാക്കി പണിയേണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യണമെന്ന്. ജസ്റ്റ് നമുക്കിത് പൊട്ടിച്ചിട്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് മണ്ടയ്ക്കോട്ട് കയറ്റാം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഇവിടെയും പണിയാണോ? അല്ലല്ല, ജസ്റ്റ് ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് ഉള്ളിടത്ത് നമുക്ക് ബുക്ക് ഷെൽസ് വെക്കാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ഞാൻ പോയി എൻചാൻറ്റിങ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പോർട്ടലിൽ നിന്നൊക്കെ സൈഡിൽ നിന്ന് ഒബ്സിഡിയൻ എടുക്കേണ്ടി വന്നു ഈ ഒരു സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ നടുക്കായിട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ ബുക്ക് ഷെൽസ്, എനിക്കെൻ്റെ കണക്കറിയത്തില്ല, 23 ഉള്ളൂ, എനിക്കറിയത്തില്ല എങ്ങനെയാണ്. നമുക്ക് നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, ദെൻ ഇവിടെ പൊട്ടിക്കേണ്ടി വരും. പൊട്ടിച്ചിട്ട് എടുത്ത് വെക്കാം. ദെൻ നമുക്ക് നമ്മുടെ ഈ സാധനം എടുത്ത് വെക്കാം. എന്നിട്ട് ഇതും ഒന്ന് പൊട്ടിക്കേണ്ടി വരും. പൊട്ടിച്ചിട്ട് ബുക്ക് ഷെൽഫ് വെക്കുന്നതായിരിക്കും നല്ലല്ല. ആദ്യം തന്നെ പൊട്ടിച്ച് വെക്കാം. ഇല്ലെങ്കിൽ ഈ വുഡ് ഞാനിവിടെ പ്ലാൻ ചെയ്തേ അല്ല. ഇവിടെ എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. എനിക്ക് അറിയത്തില്ല ഇങ്ങനെ സെറ്റ് ചെയ്താൽ വർക്ക് ചെയ്യുമെന്ന്. ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ വേണ്ട. നമുക്ക് നമ്മുടെ ലോഗോ തന്നെ എടുത്ത് വെക്കാം ഇവിടെ. ഓക്കെ, ഇപ്പം ശരിയായെന്ന് തോന്നുന്നു. ഇനി ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യണം. 1 2 3 4 5 6 7 8 9. പൊന്നെ, 2 എണ്ണം കൂടെ ബാക്കി വന്നു. അത് ഇപ്പം ചത്തേനാട്ടോ. ഓക്കെ, 1 2 2. ഓക്കെ,
ഓ കറക്റ്റ് കണക്കായിരുന്നു, തീർന്നു. എൻ്റെ ഞാൻ വെറുതെ ക്രാഫ്റ്റ് ചെയ്തതാണ് ഗൈസ്, കറക്റ്റ് ഇതായിരുന്നു. ജസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇപ്പോൾ കുറേ ലൂറോ എഫിഷ്യൻസി 2 ഒക്കെ കിട്ടി നമുക്കിനകത്ത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ലാപ്പീസ് ഇല്ല, തൽക്കാലം നമുക്കിതിങ്ങനെ വെച്ചേക്കാം. എനിക്ക് എല്ലാവരും ഇങ്ങനെ ചെറ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല, പിന്നെ ഒരു വേൾഡ് ആകുമ്പോൾ അതൊക്കെ വേണ്ടേ, അതുകൊണ്ട് സെറ്റ് ചെയ്തതാണ്. ആൻഡ് ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ക്യാറ്റിൻ്റെ ഒരു ട്രേഡ് സെറ്റ് ചെയ്യണം കമ്പോസ്റ്റർ വെച്ചിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരു വില്ലേജറിനെ അങ്ങ് പോക്കാം. ഓക്കെ, കമ്പോസ്റ്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവനെ കൊണ്ട് നമ്മുടെ ട്രേഡിംഗ് ഹോൾ സെറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ട്രേഡ് വലിയ പിടുത്തമില്ല എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഗൈസ്. പുറകിനവൻ വരുന്നുണ്ട്, ബട്ട് എനിക്കൊരു ഡൗട്ട്, നമ്മൾ ഇതിനകത്ത് അവന് കയറി വരാനുള്ള സ്ഥലത്ത് നമ്മൾ റെയിലിട്ടിട്ടില്ലെന്ന്. നമ്മൾ റെയിലിട്ടിട്ടില്ല, ജസ്റ്റ് റെയിലിഞ്ഞെടുക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു. വരുന്നതിന് മുന്നേ വേഗം വരുന്നുണ്ട്. ജസ്റ്റ് ഒരെണ്ണം കൂടെ വെക്കണം അല്ലേ? ഓൻ്റെ പൊന്നെ, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. സ്കില്ലാണ് ഇതൊക്കെ. ഓക്കെ, ജസ്റ്റ് നമ്മുടെ കമ്പോസ്റ്റർ കയ്യിലിരിപ്പുണ്ട്, ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുന്നു. ഓക്കെ, ആ ട്രെയിൻ എടുത്ത്. ഇതാണോ ട്രേഡ്? എനിക്ക് അറിയത്തില്ല, പൊട്ടറ്റോടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എല്ലാ ട്രേഡിലും പറ്റുമോ എനിക്ക് വലിയ പിടുത്തല്ല. ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഫൈനലി മനസ്സിലാക്കി ഇത് എല്ലാ ട്രേഡിലും വർക്കാവുമെന്ന്. ബട്ട് നമുക്ക് ഈ ട്രേഡിൽ എന്തായാലും നടക്കത്തില്ല. നമുക്ക് എമറൽഡ് കൊടുത്തിട്ടുള്ള വല്ല ട്രേഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഈ ട്രേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ബ്രെഡ് കൊടുക്കുക, എമറൽഡ് കൊടുത്തിട്ട് ബ്രെഡ് മേടിക്കാൻ പറ്റും. ആൻഡ് ഗൈസ്, നമുക്ക് ഒരു വേറെ ട്രേഡും കൂടെ സെറ്റ് ചെയ്യണം, എന്നിട്ട് ഉമ്മാരെ ഒരുമിച്ച് നമുക്ക് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം. നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ലൈബ്രറീൻസ് തന്നെയാണ്. കാരണം നമുക്ക് കുറച്ച് വേറെ ട്രേഡ്സ് സെറ്റ് ചെയ്യണം. മെൻഡിങ്, പിന്നെ പ്രൊട്ടക്ഷൻ 4, എഫിഷ്യൻസി 5, ആ ടൈപ്പ് ട്രേഡ്സ് കുറച്ച് വേണം. കാരണം 100 ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ എന്തായാലും 100 ഡേയ്സിൽ ഡ്രാഗണെ കൊല്ലുന്നില്ല, ബട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ട്രേഡ്സ് ഒന്ന് സെറ്റ് ചെയ്യണം. സോ അത് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഡേ 67 ആയി. അത് തന്നെ, ഏകദേശം അല്ല, കറക്റ്റ് ഡേ 67 ആയി. സോ ഇത്രയും ടൈം പോയത് അറിഞ്ഞ പോലും ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഹോളിനകത്ത് 2 ട്രേഡ് സെറ്റ് ചെയ്തു, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കമ്പോസ്റ്ററിൻ്റെ ട്രേഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെ ഇൻഫിനിറ്റി ഉണ്ട്, പിന്നെ ഒരു മെൻഡിങ് ഇൻഫിനിറ്റി 19 എമറൽഡിന്, ബെൻഡിങ് 18 എമറൽഡിന്. സോ മെൻഡിങ് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടുകയും ചെയ്തു. ആൻഡ് നമുക്കൊരു ഫ്ലെയിം വെച്ചിട്ടൊരു ബോ ഒക്കെ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇൻഫിനിറ്റി അങ്ങ് ലോക്ക് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഫ്ലെയിമും ഞാൻ മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ എമറൽഡ് തീർന്നു പോയി. നമ്മുടെ ഒരു സ്റ്റാക്ക് പ്ലാങ്ക് ഉണ്ട്. നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബേസിൽ പോയിട്ട്, ബേസ് അല്ല, വില്ലേജിൽ പോയിട്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇവിടെ വലിയൊരു കാടാണ്. കണ്ടോ, അവിടെ ഒരു സ്പ്രൂസ് വുഡ് ഉണ്ട്. ഇത് ഞാൻ കൊണ്ട് നട്ടാണ്. ഇത് അടുപ്പിച്ച് കുറേ നട്ട് ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. സോ നമുക്കിത് മുറിക്കണം. ഇതിനകത്തുനിന്ന് എന്തായാലും ഒരു കുറേ സ്റ്റാക്ക് വുഡ് നമുക്ക് കിട്ടും. സോ ഇത് മൊത്തം ഞാൻ മുറിച്ചിട്ട് വരാം. വുഡെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ കുറേ വുഡ് കയ്യിലുണ്ട്. സോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന എമറൽഡ് കൊണ്ട് കുറേ മെൻഡിങ് ബുക്സ് മേടിക്കണം. ആൻഡ് കുറച്ച് നമ്മുടെ എല്ലാ ടൂൾസും ആർമറിലും മെൻഡിങ് ആക്കണം. ആൻഡ് ഗൈസ്, നമ്മുടെ എല്ലാ ടൂൾസും ആർമറിലും മെൻഡിങ് ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഇനി പോയിട്ട് നമ്മുടെ ആക്സ് ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. ആൻഡ് നമുക്ക് കുറച്ച് ഗോൾഡൻ ക്യാറ്റിൻ്റെ ട്രേഡ് സെറ്റ് ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗോൾഡൻ ക്യാറ്റിൻ്റെ ട്രേഡ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഫുള്ളും മാക്സ് ആയി. നമുക്ക് ഗോൾഡൻ ക്യാറ്റ് മേടിക്കാൻ പറ്റും. ഞാനിപ്പം ഏകദേശം 36 മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നമ്മുടെ ആക്സ് ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. കുറച്ച് കേവിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് ദൂരെയൊക്കെ ഒന്ന് പോകണം. വല്ല സ്ട്രക്ചേഴ്സ് എല്ലാം കിട്ടുമോ നോക്കണം ഗൈസ്. നമുക്ക് ഒരു വില്ലേജറിൻ്റെ ട്രേഡും കൂടെ സെറ്റ് ചെയ്യണം. നമുക്ക് അവനെ ജസ്റ്റ് കയറ്റി അങ്ങ് വിടാം ഗൈസ്. ഇവൻ്റെ ട്രേഡ് അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടുന്നവരെ വരെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കാം. ബാക്കി ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല, കുറച്ച് ചെയ്തായിരുന്നു. ബട്ട് അത് ഞാൻ റെക്കോർഡിങ് ചെയ്ത് അത് സംതിങ് ബഗ് അടിച്ച് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന്. അത് ഇടയ്ക്ക് OBSന് അങ്ങനെ ഒരു കുഴപ്പം വരുന്നതാണ് ആ ഒരു സീൻ. കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത കുറച്ച് ഫയൽ പോയി, കുറച്ച് ഇത് പോയി. അത് വലുതായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു OP ബോ സെറ്റാക്കി. പിന്നെ ഞാൻ ബാക്കി ട്രേഡ്സ് സെറ്റ് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തന്നു. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ആദ്യത്തെ കാര്യം കുറച്ച് നല്ല എൻജോയ്മെൻറ്റ്സ് ഉള്ളൊരു OP ബോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രേഡ്സ് ഞാൻ കാണിച്ചു തരാം. ലൂട്ടിങ് 3 ഉണ്ട്,
എഫിഷ്യൻസി 5, പവർ 5, പിന്നെ ഫെദർ ഫോളിങ് 4, പ്രൊട്ടക്ഷൻ 4, പിന്നെ നമ്മുടെ മെൻഡിങ് ആണ്. ബാക്കി പിന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ സാധനം എല്ലാം ഞാൻ മേടിച്ച് പ്രൊട്ടക്ഷൻ 4 എല്ലാം നമ്മുടെ സാധനത്തിൽ ഇട്ടിട്ടുണ്ട്. ഫുൾ OP ആക്കിയതായിരുന്നു, ബട്ട് റെക്കോർഡ് ചെയ്തെല്ലാം പോയി. ലൂട്ടിങ് 3 ഒക്കെ ഉണ്ട്. ലൂട്ടിങ് 3 ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു റൗണ്ടിൻ്റെ അടുത്ത്, പക്ഷേ കിട്ടിയില്ല. കിട്ടേണ്ടായിരുന്നു, ഞാൻ കുറേ ആശിച്ചു പോയി, പക്ഷേ കിട്ടിയില്ല. കാരണം എനിക്ക് ഭയങ്കര ലക്കാണ് അല്ലെങ്കിലും മൈൻക്രാഫ്റ്റ്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ 4 ഇത്രയും സാധനം OP ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആൻഡ് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ പോരാ, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു വലിയ റിവ്യൂ ഞാൻ കണ്ടുപിടിച്ചു. ജസ്റ്റ് ഇതിനകത്തോട്ട് കയറി എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് നൈറ്റ് വിഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വരാം. നൈറ്റ് വിഷനൊക്കെ ഇട്ട് ജസ്റ്റ് ഇനി കുറച്ച് നിയർ ഡെത്ത് മൊമെൻറ്റ്സ് എക്സ്പീരിയൻസ് പോഞ്ഞി വാട്ട് ദ ഷിറ്റ്. ഇനി എന്തായാലും കാണാനിരിക്കുന്ന പോയാൽ ഞാൻ പറഞ്ഞോളാകുന്നില്ല, ജസ്റ്റ് നിങ്ങൾ കണ്ടോ. ഗൈസ്, സൂര്യൻ അസ്തമിക്കാറായി, നൈറ്റ് ആകാൻ പോവാണ്. ഈ നൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 99th നൈറ്റാണ്. മീൻസ് നമ്മളിപ്പോൾ പോയി കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം 100th ഡേ ആയിരിക്കും. ആൻഡ് നമുക്കിപ്പോൾ പോയി കിടന്നുറങ്ങാൻ പോവാണ്. ബട്ട് എല്ലാ ദിവസവും നമ്മൾ ഷടപടയെന്ന് പോയി കിടന്നവന് ഉറങ്ങിയാൽ പോരാ. ഇപ്രാവശ്യം കുറച്ച് സ്പെഷ്യലാണ്, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ 100th ഡേയ്സിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാം. സോ ഇത്രയും നാൾ കളിച്ചത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഹാർഡ് കോർ കളിക്കുന്നത് തന്നെ, ആൻഡ് ആദ്യമായിട്ടാണ് 100 ഡേയ്സും സർവൈവ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഭയങ്കര പാടുപെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരു മാസം അടുക്കാറായി സാധനം ചെയ്യാൻ. ഒന്നാമതിപ്പം ടൈമും കിട്ടുന്നില്ല. സോ ഇത്രയും കണ്ടിട്ടുണ്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിപ്പോൾ സംതിങ് എൻ്റെ ഹാർഡ് കോറിൻ്റെ 4th എപ്പിസോഡാണ്. ബാക്കി 3 എപ്പിസോഡ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഡേയ്സിൻ്റെ ഡേറ്റ പോയി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കണ്ടൻറ്റിൻ്റെ ഐഡിയ കിട്ടിയത്. ഓക്കെ, അപ്പം ഇനിയും ഈ ഒരു ഹാർഡ് കോർ വേൾഡിൽ നിന്ന് വീഡിയോസ് വരുന്നതായിരിക്കും. നോർമൽ വീഡിയോസ് 100 ഡേയ്സ് ഒത്തിരി സർവൈവ് ചെയ്യുന്നതൊന്നുമല്ല, നോർമൽ വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഇതുവരെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കൂടെ ഒന്ന് കാണുക. ആൻഡ് താങ്ക് യു ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.